തങ്ങളെ വഫാത്തിന് ശേഷം മക്കയിൽ താമസിച്ചിരുന്ന സ്വഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. ഹജ്ജ് കഴിഞ്ഞ ഉടനെ തന്നെ മദീനയിൽ വന്ന് സിയാറത്ത് ചെയ്തിട്ട് പിന്നെ മക്കയിലേക്ക് മടങ്ങിപ്പോകും. അങ്ങനെയാണ് പതിവ്. നമ്മളെ നാട്ടിലെ ആൾക്കാരുടെ അവസ്ഥ നോക്കി നിങ്ങൾ പലരുടെയും ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് മക്കത്തും മദീനത്തും പോയാലും മദീന പള്ളിയിൽ ജമാഅത്തിന് കൂടിയാലും ഒരു സലാം പറയാം മുത്തനബിതങ്ങൾക്ക്. എന്താ പറയുക നബിതങ്ങൾ ഇവർ ചെയ്തത്? അവരെ വാപ്പാന്റെ ഖബറുകളൊക്കെ വന്നിട്ട് അവർ സലാം പറയുന്നു. പക്ഷേ മുത്തുനബിതങ്ങൾ ഹദറത്തിൽ പോയിട്ടൊരു സലാം പറയാൻ എന്തൊരു മടിയാണ് അവർക്ക്. എന്താണ് സഹോദരങ്ങളെ മുത്തുനബിതങ്ങൾ അവരെ ചെയ്തത്? അവരെ ഉള്ളിലുള്ള നിഫാഖ് അതിന് സമ്മതിക്കുന്നില്ല. ഇത്രയും മുടക്കി പോയിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോടൊരു പണക്കം വേണോ? മൻ ഹജ്ജ ഫലം യസുർനി ഫഖദ് ജഫാനി. ഹജ്ജിന് വന്നിട്ട് എന്നെ സിയാറത്ത് ചെയ്യാതെ തിരിച്ചു പോകുന്നവൻ എന്നോട് പിണങ്ങിയവനാണ്.